കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് വന്നിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ന്യൂ പ്രോപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ആഡായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അപ്ഡേറ്റ് ചെയ്ത കൂട്ടുകാരാണ്. ഒന്നുകൂടെ പ്ലേ സ്റ്റോറിൽ പോയി നോക്കുക. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ പ്രോപ്സും കാര്യങ്ങളൊക്കെ വിളിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് മുമ്പ് ഞാൻ പ്യുവറായിട്ട് തന്നെ ഓട്ടോറിക്ഷയുടെ കോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. 8370 കാര്യങ്ങളൊക്കെയാണ് ഓട്ടോറിക്ഷയുടെ കോഡും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഓട്ടോറിക്ഷ എടുത്ത് കഴിഞ്ഞാൽ പോകുന്ന റൂട്ടിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോവാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. എന്തായാലും വീഡിയോയിൽ എന്തോരം കാണുക ന്യൂ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇൻസ്റ്റ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എൻ്റെ ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ കൂട്ടുകാർക്കും തന്നെ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഒന്നുകൂടെ നോക്കാം. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട്. അതുകൂടെ ചെയ്യുക. അതുകൂടെ ചെയ്താൽ മാത്രമേ ഞാൻ പറയുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിൽ എടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ഞാൻ ഇവിടെയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനാണ് നമ്മുടെ കാർ ഷോറൂമിൻ്റെ ഇവിടെയും കാര്യങ്ങളൊക്കെയാണ് ഗെയിംസ് വന്നിരിക്കുന്നത്. കുറേ കൂട്ടുകാർ ഇന്നലെയാണ് നമ്മൾക്ക് ചോദിച്ച അനുഭവം നമ്മുടെ ഗെയിമിലേക്ക് കാർ ഷോറൂമും കാര്യങ്ങളൊക്കെ എങ്ങനെ ആഡാക്കാമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഈ ആഡാക്കണമെങ്കിൽ നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാർ ഷോറൂമും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ കാർ ഷോറൂമിൽ എങ്ങനെ കാർസും കാര്യങ്ങളൊക്കെ ആഡാക്കാമെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചാണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇവിടെയാണ് ഞാൻ 8370 കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടുകാർക്ക് നമ്മുടെ ഗെയിമിലേക്ക് വന്ന ഈ ഓട്ടോറിക്ഷയും കാര്യങ്ങൾക്ക് ഇഷ്ടമെന്ന് താഴെ കമൻറ്റ് ചെയ്യാനൊട്ടും മറക്കരുത്. അതുപോലെ തന്നെ ഇൻഡോർ കാറിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. 2020 നമ്മുടെ ഇൻഡോർ കാറിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനാണ് ഇൻഡോർ കാർ എടുത്തിട്ടുള്ളത്. എന്തായാലും ഇൻഡോർ കാറിൻ്റെ വേറെ ലെവലായിട്ടൊരു ലുക്ക് വൈസ് തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ മോഡൽ ഇൻഡോർ കാറും കാര്യങ്ങളൊക്കെ വരുമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ മോഡൽ ഇൻഡോർ കാറും കാര്യങ്ങളൊക്കെ ആഡായിട്ടുണ്ട്. എന്തായാലും ഒത്ത കൂട്ടുകാർക്ക് നമ്മുടെ ഈ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ കുറേ കൂട്ടുകാർ ചോദിച്ചാണ് ബ്രോ സ്പൈറിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാവുന്നത്. സ്പൈറിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും 5599 നമ്മുടെ സ്പൈറിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ. സ്പൈറിനെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ഇൻഫിനിറ്റി മോഡും കാര്യങ്ങളൊക്കെ ഓണാക്കണം. ഞാൻ 9129 അടിച്ച് നമ്മുടെ ഇൻഫിനിറ്റി മോഡും കാര്യങ്ങളൊക്കെ ഓണാക്കുന്നുണ്ട്. മസ്റ്റായിട്ട് നിങ്ങൾ ഇൻഫിനിറ്റി മോഡ് ഓണാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്പൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യാതിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ന്യൂ പ്രോപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഞാനാണ് കാർ ഷോറൂമിൻ്റെ അകത്തോട്ടും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. കുറേ കൂട്ടുകാരാണ് ഇന്നലെ നമുക്കാണ് മെസ്സേജ് ചോദിച്ചാണ് ബ്രോ കാർ ഷോറൂമിൽ എങ്ങനെ കാർസും കാര്യങ്ങളൊക്കെ ആഡാക്കാമെന്ന്. അത് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ആഡായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഫീച്ചേഴ്സിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് ഒന്നുകൂടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പോയി പ്ലേ സ്റ്റോറിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാ കൂട്ടുകാരും ചെയ്യുക. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാണ് നമ്മുടെ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പോഴും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും പോയി അപ്ഡേറ്റ് വന്നോ എന്ന് നോക്കാം. വന്നെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. കുറച്ച് കൂട്ടുകാർക്കൊന്നും വന്നിട്ടില്ല. എന്തായാലും എനിക്കാണെങ്കിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് കേസ്. ഇന്നാണ് കേസ് എനിക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് വന്നത്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ആ അപ്ഡേറ്റോട് ചെയ്യാം. എന്നാൽ മാത്രമേ നമ്മൾ ഞാൻ പറയാൻ പോകുന്ന ഈ കോഴ്സും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കാര്യങ്ങളൊക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. എന്തായാലും മാക്സിമം പോയി എല്ലാവരും നമ്മുടെ ആ അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്യുക. അതുപോലെ തന്നെ ന്യൂ പ്രോബ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിറങ്ങി. അതിന് വേണ്ടി ഞാനാണ് ഇവിടെയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ കണ്ടെയ്നറാണ് കേസ്. ഇത് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. കണ്ടെയ്നറാണ് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു പുതിയ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ആഡായിട്ടുണ്ട്. C7 എന്നാണ് ആ കണ്ടെയ്നറിന് നമുക്ക് കോഡും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. ഇതാണ് ഗൈസ് ആ കണ്ടെയ്നർ. എന്നാലും ഈ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ഈ അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലേക്ക് ആഡാക്കിയതാണ്. അപ്പോൾ ഈ രണ്ടാമതൊരു അപ്ഡേറ്റ് വന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതും പോയി എല്ലാവരും ചെയ്യുക. അതുപോലെ തന്നെ ന്യൂ പ്രോപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് സൈഡ് കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. എന്നാലും ഗൈസ് നിങ്ങളാണ് RGS ടൂളും കാര്യങ്ങളൊക്കെ എടുക്കുക. എന്നിട്ട് P1 ഡയൽ ചെയ്യുക. P1 4 എന്ന് പറഞ്ഞ് ഡയൽ ചെയ്യണമെങ്കിൽ ഞാൻ ടിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ന്യൂ പ്രോപ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പോഴാണ് ന്യൂ പ്രോപ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ സെത്തവർക്ക് ഇതൊക്കെ ഇഷ്ടമായെന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ഞാനാണ് ഇവിടെ മോഡ് ഓണെന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട്. മോഡ് ഓണെന്ന് പറഞ്ഞ് അടിച്ചിട്ട് ഞാൻ ഇത് നേരെ മാറ്റിയും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പോകണം. നിങ്ങൾക്ക് കാണാൻ പറ്റും നേരെ പൊക്കും ഇത് പൊങ്ങിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്.
അപ്പോൾ ഈ സെറ്റ് കൂട്ടുകാർക്ക് ഇത് ഇഷ്ടമായെന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ രണ്ടാമതൊരു അപ്ഡേറ്റ് വന്ന കാര്യം ഞാൻ എല്ലാ കൂട്ടുകാരോടും പറഞ്ഞു കാണും. അപ്പോൾ ഈ ഇപ്പം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ രണ്ടാമതൊരു അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് ചെയ്യുക, എന്നാലും നിങ്ങൾക്ക് ന്യൂ ക്രോപ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വേറെ ലെവലായിട്ട് നിങ്ങളുടെ സിറ്റിയും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ P1 5 അടിക്കുവാണെങ്കിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ വേറെ ലെവലായിട്ട് തന്നെ ഉണ്ടായിരിക്കും. ഇത് വെച്ച് നിങ്ങൾക്ക് ന്യൂ സിറ്റിയും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നാലും ഇതുകൂടെ വന്നപ്പോൾ വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഞാൻ അടിക്കുന്ന കോഡ് തന്നെ അടിക്കുക. എന്തായാലും P14 എന്നും പറഞ്ഞ് അടിച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് നമ്മുടെ ആദ്യം എടുത്ത പ്രോപ്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോപ്സിൻ്റെ കോഡൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ P70 കാര്യങ്ങളൊക്കെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പ്രോപ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കുറച്ചുകൂടെ വലുതായിട്ടൊരു പ്രോപ്സും കാര്യങ്ങളൊക്കെയാണ്. കൂട്ടുകാർക്ക് ഇഷ്ടമെന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഇത് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ വീഡിയോയിലൂടെ ഞാൻ എല്ലാ കോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ മോഡ് ഓണെന്ന് പറഞ്ഞ് അടിച്ചിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത്. ഇത് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ മോഡ് ഓഫ് എന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. എന്തായാലും അത് കാര്യങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇത്രയും പ്രോപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗെയിമിലേക്ക് കാണാതിരിക്കുന്നത്. എത്ര കൂട്ടുകാർക്ക് ഈ പ്രോപ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ടണലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബ്രോ നമ്മുടെ ഗെയിമിൽ എടുക്കുന്നതെന്ന് കുറേ കൂട്ടുകാരാണ് നമ്മുടെ ചോദിച്ചത്. അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷന് വേണ്ടി എല്ലാവരും ഇപ്പോൾ വെയിറ്റിംഗ് ആയിരിക്കും. അത് എന്തുവാണ് ബ്രോ സംഭവം, അത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ കാണുക. എന്തായാലും ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറ്റി അത് കിട്ടത്തില്ല. ഇതെന്താണ് നിങ്ങൾ കറക്റ്റായിട്ട് കാണുമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ആദ്യമായിട്ട് നിങ്ങൾ ഈ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ലിങ്കും കാര്യങ്ങളൊക്കെ കാണും. അത് നേരെ നിങ്ങൾ അകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ ഡയറക്റ്റ് ക്രോം ബ്രൗസറിലോട്ട് പോകും. അവിടെ കൊണ്ടുപോയി ആ ലിങ്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ പേസ്റ്റ് ചെയ്തിട്ട് നേരെ കയറുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ആക്കുക. ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡൗൺലോഡ് ആക്കിയിട്ട് നിങ്ങൾ നേരെ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ കൊടുക്കുക. ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് കോപ്പി ചെയ്യുക. ഞാനാണ് ഇവിടെ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ കൊടുത്തിട്ട് നേരെ കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി റിട്ടേൺ ആയിട്ട് നിങ്ങൾ ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് വരികയായി നിങ്ങൾ നെറ്റ് ഓൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ ട്രിക്കും കാര്യങ്ങളൊക്കെ വർക്കാക്കാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ഈ സമയത്ത് ഞാൻ വരുന്ന സ്ഥലത്തേക്ക് തന്നെ വരും. ഞാനാണ് ഇവിടെയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ വെളിയിലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കോപ്പി ചെയ്ത് വെച്ച ലിങ്ക് കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് ടിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്തായാലും നമ്മുടെ ടിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് ബാക്കും കാര്യങ്ങളൊക്കെ പോവുക. എന്നിട്ട് നമ്മുടെ ബാക്കും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനാണ് ആദ്യം ലിങ്ക് പേസ്റ്റ് ചെയ്തപ്പോൾ എന്താ തെറ്റും കാര്യങ്ങളൊക്കെ പറ്റും. ഒന്നുകൊണ്ട് ഞാൻ ലിങ്ക് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ടിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നേരെ ബാക്ക് വരണം. എന്നിട്ട് നിങ്ങൾ ആദ്യം സ്റ്റോറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ ID എന്ന് പറഞ്ഞ് അടിച്ചിട്ട് നേരെ ടിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇവിടെ നമ്മൾ ഒരു ആഡും കാര്യങ്ങളൊക്കെ വരും. ആഡും കാര്യങ്ങൾക്ക് തീരുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്തായാലും അത് കഴിഞ്ഞ് ഫയൽ ലോഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സൈലും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ അപ്ഡേറ്റ് വന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വെഹിക്കിളും കാര്യങ്ങളൊക്കെ എടുക്കണം. ഈ ട്രിക്ക് വർക്കാണ് ഞാൻ പറഞ്ഞ റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ട്രിക്കും കാര്യങ്ങളൊക്കെ വർക്കാക്കാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ അടിക്കുന്ന കോഡ് തന്നെ അടിക്കാൻ ശ്രമിക്കുക. എന്തായാലും 83 70 കാര്യങ്ങൾക്ക് അടിച്ച് ഓട്ടോറിക്ഷ കാര്യങ്ങൾക്ക് വിളിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലും ഞാനാണ് ഇവിടെ ഓട്ടോറിക്ഷ കാര്യങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നേരെ പോകുന്നു. ഞാൻ പോകുന്ന റൂട്ടിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഞാൻ പോകുന്ന ലൊക്കേഷനിലോട്ട് പോയാലും നമുക്ക് അതും കാര്യങ്ങൾക്ക് വർക്കാക്കാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ഞാൻ പോകുന്ന ലൊക്കേഷനിലോട്ട് മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക. ഞാനാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ ട്രിക്കും കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാവുന്ന ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് മെസ്സേജ് ആയിട്ട് കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് ഇതിൻ്റെ ബൈ ടൈമുകളിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നെ ഇൻസ്റ്റ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എൻ്റെ ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കുകയാണ്. ഉറപ്പായിട്ട് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. എന്തായാലും ഞാൻ വരുന്ന സൈഡിലേക്ക് തന്നെ വരിക. എന്നാൽ മാത്രമേ നമുക്ക് ട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം ഗൈസ് വരാൻ. ഞാനതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ ഇവിടെയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും ഗൈസ് ഇവിടെ നമ്മൾ വരുമ്പോൾ ആ ടണലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പോഴാണ് ആ ടണലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഓപ്ഷൻ വഴി നമ്മൾ ആ ടണലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ഫോളോ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടണലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൽ കാണാകത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ടണലിൽ കൂടെ പോകാം ഗൈസ്. ഞാൻ പോയി കാണിച്ചു തരാം. എന്തായാലും ഗൈസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അത് നേരെ
പോയിട്ട് നിങ്ങൾ ക്രോമിൽ പോയി നേരെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഇതും കാര്യങ്ങളൊക്കെ വരും. അത് നേരെ ഷെയർ ചെയ്തിട്ട് കോപ്പി ചെയ്ത് നിങ്ങൾ ആ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് ടിക്ക് ചെയ്യുക. എന്നിട്ട് RGS ടൂളിൽ പോയിട്ട് ID എന്നും പറഞ്ഞ് അടിച്ചിട്ട് നേരെ ടിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ആഡ് കാര്യങ്ങളൊക്കെ വരും. മെയിനായിട്ട് അപ്പം നിങ്ങളുടെ നെറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആയിരിക്കണം. നമ്മൾ ഗെയിമിൽ കയറുമ്പോഴാകട്ടെ നിങ്ങളുടെ നെറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ ട്രിക്ക് വർക്കാവുള്ളൂ. എന്തായാലും എല്ലാ കൂട്ടുകാരും തന്നെ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മാക്സിമം നിങ്ങൾ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഗെയിമിൽ ടണലും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഫീച്ചറും കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് സൈഡ് കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമതൊന്ന് അപ്ഡേറ്റ് കാര്യങ്ങൾക്ക് ചെയ്യാനും ഒട്ടും മറക്കരുത്. ലവ് യു ആൻഡ് ടേക്ക് കെയർ.